വീണ ജോർജ് ഈ രണ്ടാം പിണറായി സർക്കാരിൽ ഒരുപക്ഷെ വലിയ വിവാദങ്ങളുണ്ടായ ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത്. ആ നിലയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ആറന്മുള വലിയൊരു കടമ്പ തന്നെയായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ആറന്മുളയിൽ വീണ ജോർജ് വിജയിച്ചത്. അവിൻ ബർക്കി ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അവിടെ കോൺഗ്രസ്സിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. കാരണം ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി വന്നാൽ സഹകരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ളൊരു നിലപാട് നേരത്തെ കോൺഗ്രസ് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഒരു വലിയ തിരിച്ചടി ആവുകയാണെങ്കിൽ മാത്രമേ അബിൻ വർക്കിക്ക് വലിയൊരു ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ആ അർത്ഥത്തിൽ അവിടെ നെക്ക് ടു നെക്ക് ഫൈറ്റാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ നിയമം എടുത്താൽ വി ശിവൻകുട്ടി അവിടെ ശക്തമായി ത്രികോണ മത്സരം നടക്കുന്നൊരു മണ്ഡലമാണ്. BJP പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലമാണ് നേമം. അവിടെ രാജീവ് ചന്ദ്രശേഖർ ഒരുപക്ഷെ വിജയിച്ചേക്കും ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് എല്ലാ സർവേകളും ഒരുപോലെ നൽകുന്നത്. പക്ഷേ അപ്പോഴും CPM നേമത്ത് ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എനിക്കവിടെ സംശയമുണ്ട്. എങ്കിൽ പോലും ഈ നേമത്ത് CPMൻ്റെ പ്രതീക്ഷയുണ്ട്. അവിടെ ശബരിനാഥൻ എത്ര വോട്ട് പിടിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നേമത്ത് ശിവൻകുട്ടിയുടെ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഒരു ക്ലാസ് മണ്ഡലമാണ് പത്തനാപുരം എന്ന് പറയുന്നത്. KB ഗണേഷ് കുമാർ കട്ടപ്പുറത്ത് നിന്ന് KSRTCയെ ഒരു നല്ല വഴിയിലേക്ക് എത്തിച്ച മന്ത്രി എന്ന് പേരെടുത്ത KB ഗണേഷ് കുമാർ. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല അത്ര മോശം കാൻഡിഡേറ്റ് അല്ല. പക്ഷേ എങ്കിൽ പോലും പത്തനാപുരം കേരള കോൺഗ്രസിൻ്റെ ശക്തമായൊരു സ്ഥലമാണ്. കഴിഞ്ഞ തവണ 14,000-ലധികം വോട്ട് നേടി വിജയിച്ച ഗണേഷ് കുമാർ ഇത്തവണയും അവിടെ മാനേജ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഇടുക്കിയിലാണെങ്കിൽ റോഷി അഗസ്റ്റിൻ ശക്തമായ മത്സരം നേരിടുന്നുണ്ട്. പക്ഷേ അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ ഒരുപക്ഷെ ഒരു RC ജാക്കോബൈറ്റ് ഒരു ക്ലാഷ് ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ റോഷി അഗസ്റ്റിൻ അവിടെ എല്ലാ വീടുകളും കൃത്യമായി നേരിട്ടറിയാവുന്ന ഒരു മന്ത്രി കൂടിയാണ് ഇടുക്കിയിലേത്. പിന്നെ ചെങ്ങന്നൂരാണ് രാവിലെ 8:30 മണിക്ക് തന്നെ വിജയിക്കുന്ന മണ്ഡലം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സജി ചെറിയാൻ്റെ സ്വന്തം മണ്ഡലം. അതുപോലെ ഏറ്റുമാനൂർ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് VN വാസവൻ്റേത്. അവിടെ നാട്ടകം സുരേഷാണ്. പക്ഷേ എങ്കിലും വിജയിച്ചേക്കും എന്നാണ് CPM അവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ടൈറ്റ് മത്സരം അവിടെ നടക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുടയിലും ടൈറ്റ് മത്സരം നടക്കുന്ന മണ്ഡലമാണ് R ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ നെടുമങ്ങാട്, ചടയമംഗലം, അതുപോലെ ചേർത്തല ഈ മണ്ഡലങ്ങളിലൊന്നും CPM മണ്ഡലങ്ങളാണ്. കാര്യമായ വെല്ലുവിളിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ഒല്ലൂരാണെങ്കിൽ K രാജൻ്റെ മണ്ഡലം മത്സരമുണ്ടെങ്കിൽ പോലും ഷാജി കോടങ്കണ്ടത്താണ്. പക്ഷേ K രാജൻ അവിടെ വിജയിച്ച് കയറാനുള്ള സാധ്യത തന്നെയാണുള്ളത്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ മന്ത്രിമാർ കൂട്ടത്തോടെ പരാജയപ്പെടും എന്നുള്ളൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുകയില്ല.